ആറാട്ടുപുഴ കൊക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ് 30-ലേറെ ചാക്ക് അലോപ്പതി മരുന്ന് തള്ളിയ നിലയിൽ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. തിരുവില്ലാമല വില്ലുവാതിരിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ പ്രധാന കൌണ്ടർ പൊളിച്ച് 1 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവകത്ത് കടന്നത് നാലമ്പലത്തിന്റെ ഓടിളക്കി. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തൃശൂർ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തടവുകാരൻ രക്ഷപ്പെട്ടു. ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പെരേരയാണ് രക്ഷപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ നിരക്ക് പുതുക്കി. 1 ലിറ്റർ പാൽപ്പായസത്തിന് 200 രൂപയാക്കി. പത്തുകാർ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടിയ സാഹചര്യത്തിലാണ് വഴിപാട് നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് ദേവസ്വം. വിളിയന്നൂരിൽ 80 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസം പിടിയിലായ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലി സ്ഥാപിച്ചു തുടങ്ങി. വലിയ പാലത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യകൾ പതിവായതിനെ തുടർന്നാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനം. പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ആറാട്ടുപുഴ കൊക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ് 30-ലേറെ ചാക്ക് അലോപ്പതി മരുന്ന് തള്ളിയ നിലയിൽ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ മരുന്ന് തള്ളിയത് സ്വിസ്കം ഇന്ത്യ എന്ന കമ്പനിയുടെ ഇരിങ്ങാലക്കുടയിലെ ഡീലർ ആണെന്ന് കണ്ടെത്തി. അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള ഡ്രഗ് ഇൻസ്പെക്ടർമാർ സ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തിയത്. വല്ലച്ചിറ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ MT ദിവ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ PS അരുൺകുമാർ, JHIമാരായ AR സുനിൽകുമാർ, AM രാജേഷ് കുമാർ, ആരോമൽ രാജു തുടങ്ങിയവരാണ് അന്വേഷണം നടത്തിയത്. വല്ലച്ചിറ പഞ്ചായത്ത് സെക്രട്ടറി കമ്പനി അധികൃതർക്ക് നോട്ടീസ് നൽകി. അംഗീകൃത ഏജൻസിയെ കൊണ്ട് മരുന്നുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കാതെ വലിച്ചെറിഞ്ഞ കുറ്റം ചുമത്തി കേസെടുത്ത് പിഴ ഈടാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. തിരുവില്ലാമല വില്ലുവാതിരിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ ഓടുമാറ്റി അകത്ത് കയറിയ മോഷ്ടാവ് പ്രധാന കൌണ്ടർ പൊളിച്ചാണ് പണം കവർന്നത്. രാവിലെ ക്ഷേത്രത്തിൽ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. കൌണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തിലധികം രൂപ മോഷണം പോയതായി ദേവസ്വം മാനേജർ മനോജ് K. നായർ പഴയന്നൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. പഴയന്നൂർ SI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഏറെ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ക്ഷേത്രത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാത്തത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തൃശൂർ CJCM 1 നമ്പർ കോടതിയിലേക്ക് ഹാജരാക്കുവാൻ കൊണ്ടുപോകുന്നതിനിടെ തടവുകാരൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പെരേരയാണ് കോടതിക്ക് സമീപത്തു നിന്നും ചാടിപ്പോയത്. 2021 മയക്കുമരുന്ന് കേസിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മട്ടാഞ്ചേരി സബ് ജയിലിൽ നിന്നാണ് വിയൂരിലേക്ക് മാറ്റിയത്. ജയിലിൽ വെച്ച് ഇയാളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെടുത്ത കേസിലാണ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നത്. തൃശൂർ വെസ്റ്റ് പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. വെള്ള ടീഷർട്ടും ഡാർക്ക് ബ്ലൂ പാൻസുമാണ് പ്രതി ധരിച്ചിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ നിരക്ക് പുതുക്കി. 1 ലിറ്റർ പാൽപ്പായസത്തിന് 200 രൂപയാക്കി. നെയ്പായസം ലിറ്ററിന് 400 രൂപയാക്കി ഉയർത്തി. ശർക്കര പായസം, പാലട പ്രഥമൻ, ത്രിമധുരം, അട, വെള്ളനിവേദ്യം, അവൽ തുടങ്ങിയ വഴിപാടുകൾക്കും നിരക്ക് വർദ്ധിപ്പിച്ചു. പത്തുകാർ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വിലയും പ്രവൃത്തി ചെലവും കൂടിയ സാഹചര്യത്തിലാണ് നിരക്ക് പുതുക്കിയതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വെളിയന്നൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 630 ഗ്രാം സ്വർണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആലുവ സ്വദേശികളായ ഷമീർ, ബാസ്റ്റിൻ, ഷഹീദ് എന്നിവരെ ആക്രമിച്ചാണ് 4-അംഗ സംഘം സ്വർണം കവർന്നത്. ആലുവ സ്വദേശി അഷ്കറിന്റെ കീഴിലുള്ള ആഭരണ തൊഴിലാളികളാണ് ഇരുവരും. ചൊവ്വാഴ്ച വൈകിട്ടാണ് KSRTC റോഡിന് സമീപത്തുള്ള ലോഡ്ജിൽ വെച്ച് ആഭരണ നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ച് സ്വർണം കവർന്നത്. ഇടനിലക്കാർ മുഖേനയാണ് ഷമീറിനെയും ഷഹീദിനെയും തൃശൂരിലെ ലോഡ്ജിലേക്ക് സ്വർണം വാങ്ങാനെന്ന വ്യാജേന പ്രതികൾ വിളിച്ചു വരുത്തിയത്. ആഭരണങ്ങൾ തട്ടിയെടുത്ത് ഓടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ ലോഡ്ജ് മുറിയിൽ വെച്ച് പിടിവലി നടന്നു. ലോഡ്ജ് മുറിയിൽ നടന്ന സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. നിരവധി പേർ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. പാലത്തിന് മുകളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു സുരക്ഷാ വേലി സ്ഥാപിക്കുന്നതിന് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാനപാതയിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾക്കായി റോഡും പാലവും KSTPക്ക് കൈമാറിയതിനെ തുടർന്നുള്ള സാങ്കേതിക തടസ്സം മൂലം സുരക്ഷാ വേലി സ്ഥാപിക്കൽ നീണ്ടുപോകുകയായിരുന്നു. 9 അടി ഉയരത്തിൽ പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും മറയ്ക്കുന്ന തരത്തിലാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പടിഞ്ഞാറ് വശത്തുള്ള കൈവരികളാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. ഇതിനുശേഷം ഉടൻ തന്നെ കിഴക്ക് വശത്തും ഇത്തരത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കും. ഏതാനും നാളുകൾക്കിടയിൽ 8ഓളം പേരാണ് കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. 60% വരെയാണ് ഫീസ് നിരക്കിൽ കുറവുണ്ടാവുന്നത്. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ വരെയുള്ള വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 60% കുറയ്ക്കും. നിപ വൈറസിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം. തുറന്ന പാത്രങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള കള്ള് ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കുടിവെള്ളത്തിൽ വവ്വാലുകളുടെ കാഷ്ടം, മൂത്രം, മറ്റ് ശരീരസ്രവങ്ങൾ എന്നിവ വീഴാതെ സൂക്ഷിക്കണം. പക്ഷിമൃഗാദികളുടെ ശരീരസ്രവങ്ങൾ, വിസർജ്യം എന്നിവയുമായി സമ്പർക്കമുണ്ടായാൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണമെന്നും നിർദ്ദേശമുണ്ട്. വടക്കാഞ്ചേരി വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. വാഴക്കോട് കാർ ഷോറൂമുകൾക്കിടയിലൂടെ റോഡിന് എതിർവശത്തുള്ള വീട്ടിലേക്ക് ആന പോകുന്ന ദൃശ്യങ്ങളാണ് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. വീടിന് പുറകിലെ വാഴയും തെങ്ങിൻ തൈകളും കാട്ടാന നശിപ്പിച്ചു. പോലീസ് സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും തീപ്പന്തം കാണിച്ചുമാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് ആനയിറങ്ങി വാഴകളും തെങ്ങിൻ തൈകളും നശിപ്പിച്ചിരുന്നു. നേരത്തെ കാട്ടാനയെ കൊന്ന് കുഴിച്ചുമൂടിയ അതേ പ്രദേശത്താണ് വീണ്ടും കാട്ടാനയെത്തിയത്. ട്രെയിൻ വരുന്നത് കണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ചാടിയ കവർച്ചാ സംഘത്തിലെ പരിക്കേറ്റ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആസാം സ്വദേശി 26 വയസ്സുള്ള അബ്ദുൽ കലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ട്രെയിൻ തട്ടിയതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ ഇയാൾ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മുഹമ്മദ് സിറാജുൽ ഇസ്ലാം, ഗുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൽ ഹക്ക് എന്നിവരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. നിധി കിട്ടിയ സ്വർണം വില കുറച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് നാദാപുരം സ്വദേശി ലെനീഷ്, സുഹൃത്ത് രാജേഷ് എന്നിവരിൽ നിന്നാണ് പ്രതികൾ 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്. വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണ് ഗർഭിണിയായ യുവതിക്ക് പരിക്കേറ്റു. കുളമ്പിൽ പടിഞ്ഞാക്കര അൻസാർ ഭാര്യ മുബഷിറയ്ക്കാണ് പരിക്കേറ്റത്. കൂടെയുണ്ടായിരുന്ന 3 വയസ്സുള്ള കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിൽ വീടിന്റെ സമീപത്തുണ്ടായിരുന്ന മരമാണ് വീണത്. വീടിനകത്തുണ്ടായിരുന്ന മുബഷിറയുടെ ദേഹത്തേക്ക് ഓടും മരവും വീഴുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. വീടിനകത്തുള്ള അൻസാറിൻ്റെ ഭാര്യ മുബഷിറ 24 വയസ്സാണ്. ആ കുട്ടി ഗർഭിണിയാണ്, 6 മാസ ഗർഭിണിയാണ്. സാരമായ പരിക്കുകളുണ്ട്. തലയ്ക്കും ശരീരഭാഗത്തിലും മുഴുവൻ ഓടുകൾ വീണ് സാരമായ പരിക്കുകളുണ്ട്. ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുത്തൂർ പുത്തൻകാട് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണു. മാന്നാമംഗലം പുത്തൂർ റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ കൌൺസിലർമാരെ അപമാനിച്ച് സംസാരിച്ചതായി ആക്ഷേപം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കൌൺസിലർമാരുടെ മുൻപിൽ വെച്ച് സഭ്യമല്ലാത്ത വാക്കുകൾ കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ സംസാരിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വികസന പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾ പ്രതിപക്ഷ കൌൺസിലർമാർ നടത്തുമ്പോൾ മോശമായി അധിക്ഷേപിക്കുകയാണ് ചെയർമാൻ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഈ വർഷം പുതിയ പദ്ധതികൾ ഒന്നും തന്നെ തുടങ്ങാൻ ആവശ്യമായ ഫണ്ട് നഗരസഭയ്ക്കില്ലെന്നും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. PR അരവിന്ദാക്ഷന്റെ ലീവ് അപേക്ഷ പരിഗണിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചു. നഗരസഭാ സെക്രട്ടറി മനഃപൂർവ്വം നഗരസഭാ ചെയർമാനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രകാരം എടുത്തു. ആ ലീവ് 6 മാസം നിങ്ങൾ അനുവദിച്ചത്.
6 മാസത്തെ ലീവ് കൊടുത്ത ഒരാള് പുതിയ ലീവിന് അപേക്ഷിക്കണമെങ്കിൽ ഈ കൗൺസിലിൽ വന്ന് ഒപ്പിട്ട് ഒരു കൗൺസിലിൽ ഒപ്പിട്ടതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. സുരേഷ് ഗോപി റിയൽ ഹീറോ മാത്രമാകരുതെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിമർശിച്ച് ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി. 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും ബജറ്റിൽ കേരളത്തിന് നിരാശയാണ് ഫലം. കേന്ദ്രമന്ത്രിയെ ലഭിച്ചാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറുമെന്നായിരുന്നു ബിജെപിയുടെ പ്രചരണം. ന്യൂനപക്ഷങ്ങളുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും പിന്തുണയോടെയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് ഓർക്കണമെന്ന് ടോണി ചിറ്റിലപ്പള്ളി പറഞ്ഞു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ യുവാവിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊടുപുഴ വണ്ണപ്പുറം സ്വദേശി വേലമ്പറമ്പിൽ വീട്ടിൽ ജോബി ജോസിനെയാണ് കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ കരാഞ്ചിറ സ്വദേശിയായ യുവതിക്ക് UK-യിലേക്കുള്ള ജോലിക്കുള്ള വിസയും ഒപ്പം ഫാമിലി വിസയും വാഗ്ദാനം ചെയ്ത് 8 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. പ്രതി തൊടുപുഴ കേന്ദ്രീകരിച്ച് നടത്തിവന്നിരുന്ന കൊളംബസ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. SI-മാരായ ബാബു ജോർജ്, രമ്യ കാർത്തികേയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്യാം തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലെത്തിയ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വധഭീഷണി മുഴക്കിയതായി പരാതി. പാവറട്ടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളാണ് വധഭീഷണിയോളം എത്തിയത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ പാവറട്ടി പോലീസിൽ പരാതി നൽകി. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ 8 പേരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി DCC അംഗീകരിച്ച് നൽകിയിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ചില ആളുകളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് മറ്റൊരു പാനൽ ഉണ്ടാക്കി ഐക്യജനാധിപത്യ സഹകരണ മുന്നണി എന്ന പേരിൽ ഒരു വിഭാഗം മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റി DCC അംഗീകരിച്ച പാനലിലെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് ബോർഡുകൾ വെച്ചിരുന്നു. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഈ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും മണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലെത്തി വയോധികയായ അമ്മയ്ക്ക് മുൻപിൽ വധഭീഷണി മുഴക്കിയതായും പരാതിയിൽ പറയുന്നു. വീട്ടിലുണ്ടായിരുന്ന DCC സെക്രട്ടറി V വേണുഗോപാലിനോട് അപമര്യാദയായി പെരുമാറുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. പാവറട്ടി മണ്ഡലം കമ്മിറ്റിയിൽ കോൺഗ്രസിനുള്ളിൽ രൂക്ഷമായ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. തുടർച്ചയായി UDF ഭരിക്കുന്ന പാവറട്ടി സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞായറാഴ്ചയാണ്. ശതപൂർണിമയിലും ആരോഗ്യവതിയാണ് അച്ചമ്മു. ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഇവരുടെ 100ാം പിറന്നാൾ വീട്ടുകാർ കെങ്കേമമാക്കി. ഗുരുവായൂർ കോട്ടപ്പടി ചാത്തൻകാട് പരേതനായ ചേമ്പിൽ പറങ്ങോടന്റെ ഭാര്യയാണ് അച്ചമ്മു. 1 നൂറ്റാണ്ടിന്റെ ജീവിതാനുഭവ സമ്പത്ത് ആർക്കു മുന്നിൽ വിളമ്പാനും ഇവർ പിശുക്ക് കാട്ടാറില്ല. പല്ലുകളൊന്നും തന്നെ കൊഴിഞ്ഞിട്ടില്ലാത്ത ഇവർക്ക് കേൾവിശക്തിക്ക് കാര്യമായ തകരാറില്ല. ഇതുവരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ലാത്ത 100-കാരിയുടെ കാഴ്ചശക്തിയും അപാരമാണ്. അടുത്ത കാലം വരെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ പുതുതലമുറ ഇവരെ അതിനൊന്നും അനുവദിക്കാറില്ല. ഇക്കാലത്തിനിടയിൽ കാര്യമായ അസുഖങ്ങളൊന്നും പിടിപെട്ടിട്ടില്ലെന്ന് പറയുന്നു. കോവിഡ് മഹാമാരിയിൽ പേരമക്കൾ ഗുരുതരാവസ്ഥയിലായപ്പോഴും ഇവർ ആരോഗ്യവതിയായിരുന്നു. അലോപ്പതി ചികിത്സയോട് ഒട്ടും താല്പര്യമില്ല. ആയുർവേദ ചികിത്സയിലാണ് വിശ്വാസം. ആദ്യകാലത്ത് അരിഷ്ടങ്ങളും കഷായങ്ങളും സ്വന്തമായി തയ്യാറാക്കിയാണ് ഉപയോഗിച്ചിരുന്നത്. മൂത്ത സഹോദരി വല്യമ്മു 8 വർഷം മുൻപ് മരിക്കുമ്പോൾ 106 വയസ്സായിരുന്നു. മറ്റു സഹോദരങ്ങളും 100-നടുത്തെത്തിയിരുന്നു. ഭർത്താവ് 34 വർഷം മുൻപ് മരിച്ചു. മക്കളില്ലാത്ത ഇവർ ബന്ധുക്കളുടെ തണലിലാണ്. ഇവരെല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ച് 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കി. വീട്ടുമുറ്റത്ത് പന്തലിട്ട് 100 പേരുടെ സദ്യയോടെ ശതാബ്ദി പൊടിപൊടിച്ചു. TCV ഗുരുവായൂർ. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാക്കും. NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ വിവിധ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 38 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നതായും ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഗുരുവായൂർ KSRTC ഡിപ്പോ, ഗവൺമെന്റ് UP സ്കൂൾ, ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് MLA നിർദ്ദേശം നൽകി. മമ്മിയൂർ ഫ്ലൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചുവെന്നും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നും PWD ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 5 കോടി രൂപ ചെലവിൽ നടത്തുന്ന ചേറ്റുവ കായലിലെ ഡ്രഡ്ജിംഗ് എത്രയും വേഗം ആരംഭിക്കുന്നതിനും MLA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ്, റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
കയ്പമംഗലം സ്വദേശികളായ സഹോദരങ്ങളെ കാപ്പ ചുമത്തി നാടുകടത്തി. നിരവധി കേസുകളിലെ പ്രതിയായ കയ്പമംഗലം ഡോക്ടർപടി സ്വദേശി അരവീട്ടിൽ ശരത്ലാൽ, ശ്യാംലാൽ എന്നിവരെയാണ് ഡിഐജി അജിത ബേഗം 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിട്ടത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിലെ പാതയോരത്തെ അനധികൃത ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാൻ തീരുമാനം. ഇതിനായി സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുവാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും ബോർഡുകൾ നീക്കം ചെയ്യുക. അനധികൃതമായി ബോർഡുകളും ബാനറുകളും സ്ഥാപിച്ചവർക്കെതിരെ പിഴ ചുമത്തുമെന്നും കേസെടുത്ത് നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും യോഗം വ്യക്തമാക്കി. ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡുകൾ പലയിടത്തും നീക്കം ചെയ്തിട്ടില്ലെന്നും യോഗം വിലയിരുത്തി. ശക്തൻ സ്റ്റാൻഡും പരിസരവും ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കടം ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം പ്രസിഡന്റ് MM വത്സൻ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ പ്രസിഡന്റ് AC കൃഷ്ണൻ, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ, ബസ് ഫെഡറേഷൻ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ബിബിൻ ആലപ്പാട്ട്, BMS സംസ്ഥാന സമിതി അംഗം K അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ഉപഭോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ചാനലുകളുടെ സംപ്രേഷണം ലഭിക്കുന്നതിനായി കേരള വിഷൻ എല്ലാ സെറ്റ് ടോപ്പ് ബോക്സുകളിലും ബുധനാഴ്ച പുലർച്ചെ ഓട്ടോ ട്യൂൺ നൽകിയിരുന്നു. ബോക്സ് ഓൺ ചെയ്താൽ 2 മിനിറ്റ് ഓട്ടോ ട്യൂൺ ആകും. ട്യൂണിംഗ് സമയത്ത് ബോക്സ് യാതൊരു കാരണവശാലും ഓഫ് ചെയ്യരുതെന്നും തുടർന്ന് സാധാരണ പോലെ ചാനലുകൾ ലഭ്യമാകുമെന്നും മാന്യ പ്രേക്ഷകർ സഹകരിക്കണമെന്നും കേരള വിഷൻ അറിയിച്ചു. തൃശൂർ തൃപ്രയാർ പാലത്തിൽ അമിത വേഗതയിൽ ട്രാക്ക് തെറ്റിച്ചെത്തി ബൈക്ക് യാത്രികൻ. നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിൽ ഇടിച്ചുകയറി. ബസ് ഡ്രൈവറുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലിൽ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ബസ്സിലെ ഞെട്ടിക്കുന്ന ഡാഷ് ക്യാം ദൃശ്യങ്ങൾ പുറത്തായി. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം സംബന്ധിച്ച് സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. കരാർ പ്രകാരം 2023 ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ഇതുവരെ 19% നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നതെന്ന് വിവരാവകാശ രേഖാപ്രകാരം മറുപടി ലഭിച്ചതായി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. റോഡിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഷാജി കോടങ്കണ്ടത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 3 ആഴ്ചയ്ക്കകം മറുപടി പറയണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ജേതാക്കൾക്കുള്ള സമ്മാന വിതരണവും ADGP P. വിജയൻ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ PG ആന്റണി അധ്യക്ഷത വഹിച്ചു. 4 ദിവസമായി നടന്നുവന്ന സീനിയർ ആൻഡ് അണ്ടർ 19 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി 300ഓളം പുരുഷ വനിതാ താരങ്ങളാണ് പങ്കെടുത്തത്. തൃശൂർ ചെമ്പൂക്കാവിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് ഗുരുതര പരിക്ക്. ചെറൂർ സ്വദേശി ചാരിക്കുളം വീട്ടിൽ അജയകുമാറിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ. വെള്ളി ഗ്രാമിന് 92 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറാട്ടുപുഴ കൊക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ് 30-ലേറെ ചാക്ക് അലോപ്പതി മരുന്ന് തള്ളിയ നിലയിൽ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. തിരുവില്ലാമല വില്ലുവാതിരിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ പ്രധാന കൗണ്ടർ പൊളിച്ച് 1 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവകത്ത് കടന്നത് 4 അമ്പലത്തിന്റെ ഓടിളക്കി.
വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തൃശൂർ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തടവുകാരൻ രക്ഷപ്പെട്ടു. ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പെരേരയാണ് രക്ഷപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ നിരക്ക് പുതുക്കി. 1 ലിറ്റർ പാൽപ്പായസത്തിന് 200 രൂപയാക്കി. പത്തുകാർ വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടിയ സാഹചര്യത്തിലാണ് വഴിപാട് നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് ദേവസ്വം. വിളിയന്നൂരിൽ 80 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസം പിടിയിലായ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലി സ്ഥാപിച്ചു തുടങ്ങി. വലിയ പാലത്തിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യകൾ പതിവായതിനെ തുടർന്നാണ് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനം. പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.